അല്ല ഞാൻ പറയുന്നല്ല, ഓരോരാൾക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സീനിയർ. ഓ അത് ശരി. അതെ സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്. വെയിറ്റ്. ഈ കേരളത്തിൽ താങ്കൾക്ക് വേണ്ടി സമൂഹ മാധ്യമത്തിൽ സഹോദര, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കറിയില്ല എത്രമാത്രം മാധ്യമങ്ങൾ അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ബില്ലിന് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ അതിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ ദേശീയ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ട്. അതും വനിതാ സമ്മേളനത്തിന് നമ്മളേത് 2023 പാസ്സാക്കിയിട്ട് 3 വർഷക്കാലം അത് വെച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമില്ല. 543 അംഗ സഭയിൽ 1/3 അപ്പോൾ തന്നെ ചെയ്യാത്ത ഗവൺമെൻറ്റിനൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആ കുഴപ്പം. ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ ഈ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇത്തിരി കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്തത് ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാനതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഒന്നും അല്ല. ഇതിന് മാത്രമാണോ ചോദ്യം? ഞാൻ ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞു. അല്ല ഞാൻ പറയുന്നല്ല, ഓരോരാൾക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സീനിയർ. ഞാൻ പറയുന്നത് പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പം കെ സുധാകരൻ മാത്രമല്ലല്ലോ, ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തതിനെക്കുറിച്ച് പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജ എന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കേട്ടോണ്ട് ചില അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. ഓ അത് ശരി. അതെ സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്. വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാരണം ഇതിനകത്ത് ഞാൻ എൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പാർട്ടിക്കാരാണ്. ഞങ്ങൾ നേതാക്കന്മാരെല്ലാം പരസ്യമായിട്ടും യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും തിരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകുമ്പോൾ. കേരളത്തിൽ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇത്തിരി സ്മൂത്തായിട്ട് എല്ലാവരും യോജിച്ചു നടക്കും. അതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. അതൊന്നും ബേസാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാം. അത് ശരി. നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യം കെ സുധാകരനെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോൾ ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ പ്രാധാന്യമില്ലേ? സാഹോദര്യത്തിൻ്റെ ഒരു പ്രാധാന്യമില്ലേ സഹോദര? സാഹോദര്യത്തിൻ്റെ ഒരു പ്രാധാന്യമില്ലേ? ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന എന്താണ്? പാർലമെൻറ്റിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക. 2 സ്റ്റേറ്റിൽ ഇലക്ഷൻ പോകുമ്പം അവിടുത്തെ എംപിമാർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത ഇവിടെ വിളിച്ചു കൊണ്ടുവരിക. എന്നിട്ട് വലിയ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം എങ്ങനെ കുത്തിവെപ്പിക്കാൻ പറ്റുന്നത്? അല്ല ഞാൻ പറഞ്ഞ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. നേതാക്കന്മാരെല്ലാം വളരെ വളരെ സീനിയർ നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുന്നത് അതിനോട്ട് പോകും, ഒന്നിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. താങ്ക് യു.